ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് അർഷി. ഇന്ന് കുറച്ച് പണിയുണ്ടെങ്കിൽ അവരൊന്ന് താത്ത റംഗോലി ഞങ്ങളെ താത്തത്തെ പേറിൻ്റെ പെണ്ണുങ്ങ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് ചൊല്ലിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന് വെച്ചില്ലെങ്കിൽ ഞങ്ങൾ കാലത്തെ മീനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മത്തി നല്ലോണം ഫ്രഷ് മത്തി ഇനി ഞങ്ങൾക്ക് ഇങ്ങനത്തെ മത്തി കിട്ടാല്ല. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് മത്തി റിട്ടേൺ കൊണ്ടുവരാൻ ചൊല്ലിട്ട് ഞാൻ നല്ല തീയ പോയിക്കൊണ്ടു. അപ്പോൾ റോഡ് സൈഡിലെല്ലാം പിള്ളേരെല്ലാം കളിച്ചോണ്ടാനി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടുള്ള അവിടേക്ക് മത്തി കിട്ടി കൊണ്ടുവന്നു നോക്കാം. മീനെ പീടൊക്കെ ഫസ്റ്റ് പോയിട്ടാകുമ്പോൾ അവിടെ ഉണ്ടാഞ്ഞി മത്തി ഫ്രഷ് മത്തി ഉണ്ടാഞ്ഞി. പിന്നെ അതിൽ കുറച്ച് അയില എടുത്താൽ പിന്നെ ഒരു കട്ട്ല എടുത്ത് എക്സ്ട്രാ ഇത്രയുള്ള നണ്ട് എപ്പോഴും തിന്നു അങ്ങനെ വേണ്ട ചെല്ലിട്ട് കട്ട്ലയും ഇത് എടുത്ത് അങ്ങനെ ഞങ്ങൾക്ക് പൊന്നിൻ്റെ പീട പോയിക്കെ പോകുന്നത് സ്കീം കൂടിയിട്ടുണ്ടായി. അവിടെ വരലക്ഷ്മി പൂജയ്ക്ക് ഇപ്പോൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സോ കണ്ട് വെള്ളീൻ്റെ ഇത് നോക്കിയാൽ അതിന് പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഒരു കട്ട്ല എടുത്താൽ ഒരു ഇടി കട്ട്ല എടുത്താൽ 1 കിലോ ഉണ്ടായി 750 റുപ്യ. പിന്നെ 1 കിലോ മത്തി എടുത്താൽ മത്തി മുറിച്ചിട്ടേ തന്നിനി കാലത്തെ മുറിച്ചിട്ടില്ല നീ ബൈറ്റ് മുറിച്ചിട്ടേ തന്നിട്ട് മുട്ടയുണ്ടെങ്കിൽ നല്ല ഒരു 18 മത്തിയൊന്നും ഞാൻ അങ്ങനെ അതിനുള്ള കതിയിട്ട് ഫ്രീസറിൽ വെച്ചെങ്കിൽ കുറേ സമയം യൂസ് ആക്കാനാണ്. അങ്ങനെയുള്ള കതിയിട്ടെല്ലാം ഡബ്ബിക്കിട്ട് റെഡി ആക്കിയിട്ട് വെച്ചേ. അപ്പം ആകുമ്പോൾ ബൈറ്റ് കുറച്ച് പുറത്ത് പോകാൻ ചെല്ലുമ്പോൾ ഇത് എന്തെന്നില്ല ഫ്ലൈറ്റ് ഉണ്ടാലേ അത് ജെട്ട് അത് പോയിക്കോണേ. അത് അവരത് പ്രാക്ടീസ് എന്തായിക്കോണേ അങ്ങനെ അത് പോയിക്കോണേ. പിന്നെ കാലത്തെ ചായക്ക് കൽത്താപ്പാക്കാൻ ചെല്ലിട്ടായി അങ്ങനെ കൽത്താപ്പാക്കിയുള്ള ആരപ്പറിലല്ല കൽത്താപ്പാക്കുന്ന ചെല്ലിട്ട് ഇത് മദ്ര കൽത്താപ്പ അല്ല ചപ്പ കൽത്താപ്പ. ഞങ്ങളോട് മദ്ര ആരും തിന്നില്ല അങ്ങനെ ചപ്പ കൽത്താപ്പാക്കി നല്ല കുറച്ച് കരച്ച് ചില സൈഡുള്ള കരിയോട് അപ്പം നല്ലതാണ് കറുക്കുറയിട്ട് തിന്നനി കറി വീണു ചെല്ലിട്ടില്ല. അങ്ങനെ അതാക്കാൻ റെഡി ആക്കാനുള്ള അങ്ങനെ ഒരു പാനക്ക് എണ്ണ കുറച്ച് ഏറെ ബീത്തോണ്ട് ചെല്ലെങ്കിൽ അത് ഫ്രൈ ആവണം സൈഡിലല്ല. അതിന് പിന്നെ അതിലൊക്കെ നീരുള്ളി ഇടണം. നീരുള്ളി ഞാൻ ചോപ്പറിൽ ഇതാക്കിയിട്ട് വെച്ചിന്. അപ്പം ചോപ്പറിലാക്കി കുറച്ച് ചെറുതായിട്ട് നല്ലതാണ് നമുക്ക് കയ്യിൽ കട്ടാക്കി കുറച്ച് വലുതാന്നല്ലേ. ഫസ്റ്റ് എണ്ണ ഇട്ടിട്ട് കുറച്ച് നീരുള്ളി ഫുൾ ഇടണം അടിക്ക് ഇങ്ങനെ റൗണ്ട് ഇടണം. ഇട്ടിട്ടായിട്ട് ഇത് കുറച്ചൊരു ഫ്രൈ ആയിട്ടാകുമ്പോൾ ബന്ത കടഞ്ഞിട്ട് വെച്ചിട്ടിരിക്കുന്നല്ലേ ബന്തയിൽ അരി പിന്നെ ഇത് തേങ്ങ ഉപ്പ് തണ്ണി പിന്നെ ചോറും അത്ര ഇട്ടിട്ട് കടഞ്ഞിട്ട് വെച്ചിട്ട് ഇത് അപ്പാക്കുന്ന ഒരു 2-3 കയ്യിലിട്ടെങ്കിൽ കുറച്ച് ദപ്പത്തിൽ നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. കറി വേണിച്ചിട്ടേ ഇല്ല എത്ര നല്ലതാണ് തിന്നാൻ. തേങ്ങ കുറച്ച് ഏറിട്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നു. മീത്തൊക്കെ കുറച്ച് നീരുള്ളി ഇട്ടിട്ട് മൂടിയിട്ട് വെക്കണം. മെല്ലെ തീയാക്കിയിട്ട് വെക്കണം. അപ്പം എങ്കിൽ മെല്ലെ സ്ലോ ആക്കിയിട്ട് വെച്ചെങ്കിൽ നല്ല കാഞ്ഞിട്ടാകുമ്പോൾ തിന്നാൻ കൊസ്സിയാണ്. സൈഡ് ഫുള്ള് ക്രഞ്ച് ആയിട്ടിരിക്കുന്നു. നടുവിൽ ക്രഞ്ച് ആയിട്ടിരിക്കുന്നു. അതിന് കുറച്ച് സോഫ്റ്റ് ആയിരിക്കുന്നു. ഞങ്ങളോട് അത് ഇഷ്ടമാക്കി അങ്ങനെ അതാക്കിയിട്ടാണ് ഞാൻ. പിന്നെ അതിലൊക്കെ ദാളുണ്ടായി കറി. പിന്നെ ടിഫിനൊക്കെ ഇതാവുകൊണ്ട് ചെല്ലിട്ട് കാലി ദാളല്ലേ ചെല്ലിട്ട് ഞാൻ കടലേൻ്റെ കുറച്ച് സുക്കാക്കാൻ ചെല്ലിട്ട് അങ്ങനെ കടല വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടാ ഞാൻ. ഇനിയിപ്പോൾ അതിലൊക്കെ ഒരു ചോറ് തേങ്ങേൻ്റെ ഒക്കെറിഞ്ഞിട്ടുണ്ട് അത്ര തന്നെ. പിന്നെ കടല ഇട്ടെങ്ങാന്ന് ചെല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ട് തിന്നാൻ. അങ്ങനെ ഇപ്പം ഞാനൊരു പാൻ വെച്ചിന്. അതിലൊക്കെ അത് കുറച്ച് കത്തിയിട്ടല്ല അതിൻ്റെ തണ്ണി ഇരിക്കുന്നല്ല അത് കുറച്ച് ഇതാവണമല്ലേ ഡ്രൈ ആവണമല്ലേ എണ്ണ ബിത്തണമ്പോൾ. അങ്ങനെ അതെല്ലാം ഡ്രൈ ആയി. ഇപ്പം കുറച്ച് എണ്ണ ബിത്തന എണ്ണ കുറച്ച് കാഞ്ഞിട്ടായ പിന്നെ ഒഗറിനാക്ക് നമ്മളെ കടു ഉണ്ടല്ലേ കടു പിന്നെ വെള്ളുള്ളി ഇടണം. വെള്ളുള്ളി ഒരു 3-4 ഏസൾ കുത്തിയിട്ടിട്ടുണ്ട്. ചോലി എടുക്കാനില്ല. ചോലി ഇട്ടെങ്ങനെ ടേസ്റ്റ് ജാസ്തി. അതിന് പിന്നെ കടു ഇട്ട ഇത് നല്ല പൊട്ടണു. ഇപ്പം മൂടിയിട്ട് വെക്കാം ഇല്ലെങ്കിൽ ഇടീ ഗ്യാസിൻ്റെ അവിടെ എല്ലാന്ന് ഒഗറിന് ഇടുമ്പോൾ കുറച്ച് മൂടിയിട്ട് വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിലേ ഇരിക്കുന്നു. അങ്ങനെ അത് മൂടിയിട്ട് വെച്ചത് കുറച്ച് പൊട്ടട്ടുന്നു. ഇതൊക്കെ കുക്കറിൽ വേവന് വെച്ചിട്ട് കടല അതിനിപ്പോൾ എടുക്കാതിട്ട് കുക്കറിൻ്റെ മൂടും നല്ല വെന്തിട്ടുണ്ടഞ്ഞി കടല. പിന്നെ എന്താക്കിൻ്റെ ചെല്ലെങ്കിൽ ഞാൻ വേവുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടഞ്ഞ ഇതിപ്പോൾ പൊട്ടി കടുവല്ല. ഇനി ഇതിലൊക്കെ കുറച്ച് ചോറ് നീരുള്ളി ഇടാം. കുറച്ചായിട്ട് മതി ഒരു സ്പൂണിൻ്റെ അത്ര. ഞാൻ കലത്തപ്പക്ക് കടഞ്ഞിട്ടുണ്ടെങ്കിൽ ചോപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതേ നീരുള്ളി ഒരു സ്പൂണിൻ്റെ അത്ര ഇട്ട അത്ര തന്നെ. ഇപ്പം അതിനെ കുറച്ച് വറുക്കണു. ഇപ്പം മിക്സിയിൽ തേങ്ങ കായ്മുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഇതാക്കി നല്ല പൊടിയാക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു 2 കൊറി അതിൻ്റെ ഇത് തിരിച്ചിന് അത്ര തന്നെ. ക്രഷാക്കിന് അത്ര തന്നെ. അതിനെ ഇപ്പിയിലൊക്കെ ഇടണു കുറച്ച് പച്ച സ്മെല്ല് പോകാൻ. ഒരു 3 സ്പൂണിൻ്റെ അത്ര തേങ്ങ ഇട്ടീന. 2 കായ്മുളക് ഇട്ടീന. കായ്മുളക് കാരം നോക്കിയിട്ട് ഇട്ടെങ്കിൽ ഇത് കാരമില്ല. ಮತ್ತು ನಾನೊരു മിസ്റ്റേക്ക് ആക്കി വെച്ചില്ലെങ്കിൽ കടല വേവുമ്പോൾക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടാ ഞാൻ.
ಅದು കുറച്ച് ಜಾಸ್ತಿ ಇನಿ ಕಾಣೋಣ ನಾನು ಬೈಕ್ ಮಸಾಲಕ್ಕೆ ಉಪ್ಪಿಟ್ಟಿನ ಅದು ಚೆಲ್ಲಿಂಗ್ ನಾನು ಟೇಸ್ಟ್ അപ്പം നോക്കിയിട്ടില്ല ടിഫിൻ ബോക്സെല്ലാം കറുത്തിട്ടായ പിന്നെ ഞാൻ ചായ കുടിക്കാൻ നോക്കുമ്പോൾ നല്ല ഉപ്പായിനി കുറച്ച് ചോറിനകത്ത് മിക്സ് ആക്കി തിന്നെങ്കിൽ അറിയാമല്ല പിന്നെ കാലങ്ങനെ ബായ്ക്ക് വെക്കാനായിക്കോളാം ജാസ്തി ഉപ്പായിട്ടുണ്ടായി ನಾನು ಮರ್ನಿಟ್ಟು ಜಂಡು ಕುರಿಟ್ಟಿನ ಅಲ್ಲ ಬಂದಾಗ ಇಡುമ്പോൾ ಉಪ್ಪು ಇಡುമ്പോൾ ಗೀಲಕ್ಕೆ ಇಟ್ಟಿನ ನಾನು അറിയാമല്ല കുറച്ച് ಜಾಸ್ತಿ ആയിന് ഉപ്പ് നോക്കിയിട്ടെങ്കായി ഇത് കുറച്ച് നല്ല ഫ്രൈ ആക്കുന്നു തേങ്ങ എന്ന് വെച്ചില്ലെങ്കിൽ ഞാൻ തേങ്ങ ചരച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടാ അത് ಬೆಡക്കാന്ന് ചാൻസസ് ഇരിക്കുന്നു ഉച്ചയാകുമ്പോൾ അങ്ങനെ ഇതാക്കിയിട്ടുണ്ടാ കുറച്ചൊന്ന് യാറെ ബർത്തിട്ടായിട്ട് ഈ ಬೇಯಿച്ചിട്ട് വെച്ച കടല ഉണ്ട് എന്തുകൊണ്ട് അതിനിട്ടുണ്ടല്ലോ തണ്ണിയിട്ടിട്ടില്ല കാലി കടല മാത്രം ഇട്ടുകൊണ്ടുള്ള ഇത് കുറച്ച് സുക്ക ബലാക്കാൻ ഇപ്പം ഇത്ര കടല ഇട്ടാ കടലെല്ലാം ഇട്ടിട്ടായി പിന്നെ നല്ല മിക്സ് ആക്കണം ಬೇಳೆ ಸಾರು പിന്നെ ಇದು ಟೇಸ್ಟ್ ಉಪ್ಪು ಚೂರು കുറച്ചതിനെങ്കിലേ കറി നല്ല വട്ടി മാത്രം ഉപ്പ് കുറച്ച് ಜಾಸ್ತಿ ഉപ്പ് കുറച്ചെങ്കിൽ സാരമില്ല ಜಾಸ್ತಿ ಅವನಿ ಭಯಲ್ಲ എപ്പോഴും നല്ലത് ഇതേ മിസ്റ്റേക്ക് ആയത് എനിക്ക് ഇപ്പം ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ചുകൂടെ അങ്ങനെ ഞാൻ ഉപ്പിട്ടത് പിന്നെ നോക്കുമ്പോൾ അത് ജണ്ട് കുരിട്ടൻ പറഞ്ഞു ഒരു കിട്ടിയെങ്കിൽ മതി വട്ടി ജണ്ട് കുരിട്ടത് തപ്പായി ജണ്ട് കുരിട്ടത് ಜಾಸ್ತಿ ആയത് ഇപ്പം നല്ല മിക്സ് ആക്കിയിട്ടായിട്ട് കുറച്ച് നേരം ഫ്രൈ ആക്കിയെങ്കിൽ മതി കുറച്ച് മൂടിയിട്ട് വെക്കാം അപ്പോൾ കുറച്ചൊരു സക്കാലന്നെ വേവുന്നല്ലേ ഇപ്പം അപ്പുറത്തുനിന്ന് അപ്പന മറിച്ചിട്ടിടണം കൽത്തപ്പ ഒരു സൈഡ് നല്ല ഫ്രൈ ആയി രണ്ടാമത്തെ സൈഡ് മറിച്ചിട്ടിടണം എന്നൊരു സൈഡും അത്ര തന്നെ കായ്ക്കോണം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നപ്പം ചൂട് ചൂടന്നെ തിന്നെങ്കിൽ നല്ലത്